ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണിന്ന്. സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി, പക്ഷേ മടി കാരണം ഇപ്പോഴാണ് ഇതൊന്ന് ചെയ്യാൻ പറ്റിയത്. ഈ കേക്കിൻ്റെ സ്പഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റ് കേക്കുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷിഫോൺ സ്പഞ്ചാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഷിഫോൺ സ്പഞ്ചിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് നമ്മുടെ ജാപ്പനീസ് ചീസ് കേക്കാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കേക്ക് ചെയ്യുന്നത്. അതിലേക്ക് വേണ്ടി 160 ഗ്രാം അളവിൽ ചീസ് എടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ചീസ് 80 ഗ്രാം അളവിൽ ചെഡാർ ചീസും പിന്നെ 80 ഗ്രാം അളവിൽ ക്രീം ചീസും എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 20 ഗ്രാം അളവിൽ ബട്ടറും ചേർത്ത് അത് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കണം. കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൽറ്റായിട്ട് കിട്ടും. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് പാലൊഴിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇങ്ങനെ കുറച്ച് നേരം നിന്ന് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ മിക്സ്ചർ ഒന്ന് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് കണ്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം നല്ല സോഫ്റ്റായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ ഒരു 4 മുട്ട എടുക്കുക. അതിൻ്റെ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എഗ് വൈറ്റിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗറും 1 ടീസ്പൂൺ വാനില എസൻസും 80 ഗ്രാംസ് അളവിൽ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. എഗ്ഗ് നല്ല സ്റ്റിഫായിട്ട് കിട്ടണം. പിന്നെ ഈ അളവുകളൊക്കെ ഗ്രാം മെഷർമെൻറ്റിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഗ്രാംസിൻ്റെ കൂടെ കപ്പളവ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ചീസ് മിക്സ്ചർ എടുക്കുക. അതിലേക്ക് എഗ് യോക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ബീറ്റർ യൂസ് ചെയ്യരുത്, വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. ബീറ്റർ യൂസ് ചെയ്താലേ ഇത് ഓവർ മിക്സ് ആയിട്ട് പോകും. ഈ ജാപ്പനീസ് ചീസ് കേക്ക് ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ ചീസ് കേക്ക് ഇങ്ങനെ ട്രെൻഡിങ്ങിലായപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. ഇനി ഇതെല്ലാം നല്ലപോലെ ബ്ലെൻഡായിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കേക്ക് ഫ്ലോർ ആഡ് ചെയ്യണം. കേക്ക് ഫ്ലോർ എല്ലാവർക്കും ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഒരു 40 ഗ്രാം അളവിൽ കേക്ക് ഫ്ലോർ എടുക്കുക. എന്നിട്ട് അത് ഈ മിക്സ്ചറിലേക്ക് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കുക. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണെന്ന് തോന്നും, പക്ഷേ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കേക്ക് റെസിപ്പി തന്നെയാണിത്. പിന്നെ സ്പഞ്ച് ചെയ്യാൻ ചീസ് എടുക്കുമ്പോൾ ചെഡാർ ചീസ് വേണം എന്നില്ല, നിർബന്ധമില്ല. മൊത്തം ക്രീം ചീസ് തന്നെ ആയാലും മതി. ഞാൻ പറഞ്ഞില്ല, ഞാനിത് ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ചെഡാർ ചീസ് കേക്ക് അല്ലേ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് കുറച്ച് ആഡ് ചെയ്ത് നോക്കിയതാണ്, ടേസ്റ്റ് എങ്ങനെ ഇരിക്കും എന്നറിയാൻ. ടേസ്റ്റ് വൈസ് എല്ലാം സെയിം തന്നെയാണ്. ടെക്സ്ചർ വൈസാണ് ചീസിൽ കുറച്ച് വ്യത്യാസമുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വന്നാൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിന്ന് കുറച്ചെടുത്തിട്ട് ഈ ചീസ് മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടണം എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ. ഇനി അത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം ഈ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ നമ്മുടെ എഗ് വൈറ്റിലേക്ക് മുഴുവനായിട്ട് ഒന്നൊഴിക്കുക. എന്നിട്ട് അത് പതിയെ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഓവർ മിക്സ് ചെയ്യരുത്, പതിയെ പതിയെ മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തിട്ട് കിട്ടുക. ഭയങ്കര ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇതിന് ഫ്രോസ്റ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ കേക്ക് അങ്ങനെ സ്പഞ്ച് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കേക്ക് കുറച്ചുകൂടെ ഹൈറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചിൽ ചെയ്താൽ മതി. ഇതിൻ്റെ ബേക്കിംഗ് പ്രോസസ്സും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ കേക്ക് ടിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ കേക്ക് ബാറ്റർ തയ്യാറാക്കുമ്പോഴേ നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഈ കേക്കിന് സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന ടൈമല്ല, അതിനെക്കാട്ടും കുറച്ചുകൂടെ ടൈം എക്സ്ട്രാ വേണ്ടി വരും ബേക്ക് ചെയ്തിട്ടെടുക്കാൻ. ബേക്കിംഗ് ടൈം കുറച്ച് കൂടുതൽ ആവശ്യമുള്ള കേക്കാണ്. എൻ്റെ ഓവന് മോർഫി റിച്ചാർഡിൻ്റെ ഓവനാണ്. അതിൽ 170 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ സാധാരണ ബേക്ക് ചെയ്തിട്ടെടുക്കൽ. അപ്പോൾ ഈ കേക്ക് ചെയ്യാൻ എനിക്കായ ടൈം ഒരു 45 to 50 മിനിറ്റ്സ് ആണ്. ഓരോ ഓവൻ്റെ ചൂടനുസരിച്ച് ചിലപ്പോൾ അതിനെക്കാട്ടിയും കൂടുതൽ ടൈം വേണ്ടി വരും. അങ്ങനെ കേക്ക് പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഫ്രോസ്റ്റിംഗ് ചെയ്യാനുള്ള ചീസ് ക്രീം തയ്യാറാക്കിയിട്ടെടുക്കാം. അതിലേക്ക് ഒരു 80 ഗ്രാം അളവിൽ ബട്ടർ എടുക്കുന്നുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ്. 100 ഗ്രാമിൻ്റെ ബട്ടറായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതിൽ 20 ഗ്രാം നമ്മൾ കേക്ക് സ്പഞ്ച് ചെയ്യാനെടുത്തു. അതിൽ ബാക്കിയുള്ള മുഴുവൻ ബട്ടറും ഒരു ബൗളിലേക്ക് ഒഴിക്കുക.
പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ്, ഒരു 1/4 ടീസ്പൂണ് അളവിൽ വാനില എസൻസ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ്, 1 ടീസ്പൂണ് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ, ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് സ്റ്റിഫ് ക്രീം ആക്കിയിട്ട് എടുക്കുക. എളുപ്പപ്പണിക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരു 4-5 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. പൊതുവേ എനിക്ക് ഈ ക്രീം വെച്ചിട്ടുള്ള ഫ്രോസ്റ്റ് ചെയ്ത കേക്കിനെക്കാട്ടും ഇഷ്ടം ഈ ക്രീം ചീസ് വെച്ച് ഫ്രോസ്റ്റ് ചെയ്ത കേക്കാണ്. ഭയങ്കര ടേസ്റ്റാണ് അതിന്. അങ്ങനെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ കേക്ക് കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെ ടെക്സ്ചർ കണ്ടാലറിയാം നമ്മുടെ സാധാ കേക്കിൻ്റെ ടെക്സ്ചറേ അല്ല. അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബട്ടറൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെ സ്മൂത്തായിട്ടാണ് പോയി. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്പഞ്ച് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കണേ. വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിത് കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും എന്തൊരു റിസ്ക് ആണെന്ന്. അങ്ങനെ ഡിലേ ആയതാണ് എൻ്റെ ഈ കേക്കും. പക്ഷേ ഇത് കഴിച്ചു നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യൂല, കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ സ്പഞ്ച്. ഇനി നമ്മുടെ കേക്കിനൊന്ന് ഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ചീസ് വെച്ചിട്ട് കേക്ക് മൊത്തത്തിലൊന്ന് സാധാ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യണ പോലെ തന്നെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള ക്രീം ആയതുകൊണ്ട് തന്നെ ഐസിങ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇനി കുറച്ച് ചെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കേക്കിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മരിയാപ്പാസ് ചീസ് കേക്കിൻ്റെ ഒരു ഒത്തൻറ്റിക് രീതി ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഇത് ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക. ഈ കുറച്ചധികം പുളി ഇഷ്ടമില്ലാത്തവർക്ക് ഈ ചെഡാർ ചീസ് സ്കിപ്പ് ചെയ്യുക. പക്ഷേ ഈ കേക്ക് ഇങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിത് തണുപ്പിച്ചിട്ടൊന്നുമില്ല, ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.